തിരുവനന്തപുരത്ത് ആകാശത്ത് അജ്ഞാത വസ്തു. പട്ടത്താണ് ആകാശത്ത് അജ്ഞാത വസ്തുക്കൾ കണ്ടെത്തിയത്. തുടർന്ന് വീട്ടുകാരൻ അത് ക്യാമറയിൽ പകർത്തി. അതിർത്തിയിലെ സംഘർഷങ്ങളും ഡ്രോൺ നിർവീര്യമാക്കലുമെല്ലാം നടന്ന സാഹചര്യത്തിലാണ് പട്ടത്തെ ആകാശത്തെ അപൂർവ വസ്തുക്കളും ഇപ്പോൾ സംശയത്തിന് ഇടവയ്ക്കുന്നത്. 2 വെള്ള ഡോട്ടുകളാണ് പ്രദേശവാസിയെടുത്ത ഫോട്ടോയിലുള്ളത്. പോലീസിനെയും വിവരം അറിയിച്ചു. സ്ഥലത്ത് പോലീസ് എത്തുകയും ചെയ്തു. എന്നാൽ ആരോടും ഒന്നും പറയരുതെന്ന നിർദ്ദേശമാണ് പോലീസ് വീട്ടുടമയ്ക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ വിവരമൊന്നും അദ്ദേഹം പുറത്തു പറയുന്നില്ല. മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ഉന്നത കേന്ദ്രങ്ങളെ അറിയിക്കും. അസ്വാഭാവികമായതെന്തെങ്കിലുമാണോ അതെന്നും പോലീസ് തിരക്കും. തിരുവനന്തപുരത്ത് നിരവധി തന്ത്രപ്രധാന കേന്ദ്രങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആകാശത്തെ അസ്വാഭാവികതയെ ഗൗരവത്തിൽ തന്നെ എടുക്കും. വരും ദിവസങ്ങളിൽ പോലീസും ആകാശ നിരീക്ഷണം ശക്തമാക്കും. 10-20 വസ്തുക്കൾ തന്റെ വീടിന് മുകളിലൂടെ പോയി എന്ന് ഇയാൾ പോലീസിനെ അറിയിച്ചതായും സൂചനയുണ്ട്. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. തീരദേശം അതിർത്തിയായുള്ള സംസ്ഥാനത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചതായി വിവരം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അറിയിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തതോടെ തിരുവനന്തപുരം പലരുടെയും കണ്ണിലെ കരടാണ്. ഇതിനൊപ്പം വിവിധ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുണ്ട്. കൊച്ചിയിലും അതിനിർണായക സുരക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളം കരുതൽ ശക്തമാക്കുന്നത്. ഇതിനിടയിലാണ് തിരുവനന്തപുരത്ത് നിന്ന് ആകാശ വസ്തുക്കളുടെ വിവരം എത്തുന്നത്. അതീവ രഹസ്യമായി ഇതിൽ പോലീസ് അന്വേഷണം നടത്തും. അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിരുന്നു. സേനാ വിഭാഗങ്ങൾ തീരസുരക്ഷയടക്കം ഉറപ്പാക്കി. വ്യോമസേനയും തീരസംരക്ഷണ സേനയും ഡോണിയർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് സംസ്ഥാനത്തും നിരീക്ഷണം നടത്തുന്നുണ്ട്. റഡാർ നിരീക്ഷണവും ശക്തമാക്കി. വിഴിഞ്ഞം കൊച്ചി തുറമുഖത്തും കർശന സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വിഴിഞ്ഞത്ത് പ്രത്യേക റഡാറിന്റെ സഹായത്തോടെയാണ് തീരസംരക്ഷണ സേനയുടെ നിരീക്ഷണം. വിഴിഞ്ഞത്തെ പുറം കടലിൽ ചരക്ക് കപ്പൽ നങ്കൂരമിട്ടതിനെ തുടർന്ന് തീരസംരക്ഷണ സേന പരിശോധന നടത്തി. സാങ്കേതിക തകരാറിനെ തുടർന്ന് യാത്ര ചെയ്യാനാകാതെയാണ് കപ്പൽ പുറം കടലിൽ തുടരുന്നതെന്നാണ് വിവരം. പരിശോധനയിൽ സംശയിക്കത്തക്കതായി ഒന്നുമില്ലെന്ന് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷൻ അധികൃതർ പറഞ്ഞു. അതേസമയം പഹൽഗാം ആക്രമണത്തിനും സിന്ദൂർ ഓപ്പറേഷനും ഇടയിലുള്ള ദിനങ്ങളിൽ തീരസുരക്ഷ അടക്കം സേനാ വിഭാഗങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മന്ത്രിമാരുടെ സഞ്ചാരത്തിനിടെ പോലീസ് നിർദ്ദേശിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കാൻ പലരും തയ്യാറാകുന്നില്ല. മന്ത്രിമാർ പോലീസ് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് മുഖ്യമന്ത്രി തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ യാത്രകളും പരിപാടികളും അതീവ സുരക്ഷ പാലിച്ച് മാത്രമായിരിക്കും നടപ്പിലാക്കുക. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ഭക്ഷ്യധാന്യങ്ങളുടെ ശേഖരണമടക്കം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണം. പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്നും സൈനിക വിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ചീഫ് സെക്രട്ടറിമാരുടെയും ജില്ലാ കളക്ടർമാരുടെയും യോഗം വിളിച്ച് നിർദ്ദേശിക്കും. കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വിമാന സർവീസുകൾ തടസ്സപ്പെടില്ല. സുരക്ഷാ പരിശോധന ശക്തമാക്കിയതിനാൽ ആഭ്യന്തര യാത്രക്കാർ വിമാനം പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുമ്പും അന്താരാഷ്ട്ര യാത്രക്കാർ 5 മണിക്കൂർ മുമ്പും എത്തണമെന്ന് സിയാൽ അധികൃതർ അറിയിച്ചു.